നമസ്കാരം. ഈ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം ഇവിടുത്തെ ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുവിരുദ്ധരായിട്ടുള്ളവർ നിരന്തരം ഉന്നയിക്കുന്ന ചോദ്യമാണ്. പല കാഴ്ചകളും അവരുടെ കണ്ണിൽ കയറില്ല. എന്നിരുന്നാൽ നമ്മൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കണം. അതായത് ഇവിടുത്തെ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവരാണ് എഴുത്തും വായനയും, അവരാണ് കുറച്ച് അക്ഷരം അറിയാന്നുള്ളത് കൊണ്ട് ഇരുന്ന് സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയോ ചില ഓൺലൈനുകൾ ഉപയോഗപ്പെടുത്തിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ച നിങ്ങളെ കാട്ടുകയാണ്. അതായത് ഭിന്നശേഷിക്കാർ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പൊതു ഇടങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ലോട്ടറി കച്ചവടക്കാരെ കണ്ടു കാണും. കാര്യം എന്തെങ്കിലും ഒരു ഉപജീവനം വേണ്ടേ? അതിനുവേണ്ടിയാണ് ഈ ലോട്ടറിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതേ ആശാന്മാർ. ലോട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാർ ഇവിടുത്തെ ആൾക്കാരെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ളവർ എടുത്തോട്ടെ. അല്ലെങ്കിൽ ദുബൈയിലും അബുദാബിയിലും ഒക്കെ നടത്തുന്ന ലോട്ടറി അത് സൂപ്പറാണ് കേട്ടോ. കേരളത്തിൽ നടത്തില്ല, അയ്യോ ലോട്ടറി കൊടുക്കുന്നേ എന്നുള്ള ആ സവർണ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചറിയുക. കാര്യം എന്താണോ ആൾക്കാർക്ക് ആവശ്യം അത് നമ്മൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. ഭാഗ്യം പരീക്ഷിക്കാൻ നിരവധി പ്രശ്നങ്ങളുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളമാണ് അവരുടെ പ്രശ്നങ്ങൾ മാറാൻ ഒരു 50 രൂപ ചെലവാക്കിയാൽ നാളെ ഒരു ലോട്ടറി അടിക്കുമെങ്കിൽ എന്റെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് നയിക്കുന്നത്. നിരവധി പേർ അത് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന ലോട്ടറി എടുത്ത് നശിച്ചവരുടെ, അത് കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, അത് ഈ ലോട്ടറി മാത്രമാണോ? എന്തെല്ലാം കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ ലോട്ടറി അല്ലാതെ സ്ത്രീ വിഷയത്തിന്റെ പുറകെ പോയി നശിച്ചവരില്ലേ എന്ന് കരുതിക്കൊണ്ട് ഈ നാട്ടിൽ സ്ത്രീകൾ വേണ്ട എന്ന് പറയാൻ പറ്റും? ചൂതാട്ടം നടത്തി നശിച്ചവരില്ലേ? ഇവിടെ നിരോധിച്ചിരിക്കുന്ന സംഭവമല്ലേ, ആ ചൂത് വേണ്ട എന്ന് പറയാൻ പറ്റും? ലഹരി നിരോധിച്ചിട്ടുണ്ട്, അതൊരു ഹരമായി അതിന്റെ പിന്നാലെ പോയി നശിക്കുന്നവരില്ലേ? അപ്പോ വ്യക്തി അവരുടെ താല്പര്യം ഹരമൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ താല്പര്യങ്ങളാണ്, അത് ആർക്കും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ആ നിലയ്ക്കാണ് ചിലർ ലോട്ടറിയുടെ കാര്യം ഇതെല്ലാം മറച്ചു വെച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഭിന്നശേഷിക്കാരാണ്, പാവങ്ങളാണ്. ഒരു പണമുള്ളവനും ലോട്ടറി വിൽക്കാൻ ഇറങ്ങില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഈ ശാരീരികമായിട്ടുള്ള ഈ അവശത കൊണ്ട് അവർക്ക് മറ്റു ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങിയവരുണ്ട്. അതിൽ ഭിന്നശേഷിക്കാരായവർക്ക് ഈ സർക്കാർ 1,15,000 രൂപ വിലമതിക്കുന്ന മുച്ചക്ര വാഹനം കഴിഞ്ഞ ദിവസം നൽകി. നിങ്ങളെ ഏതെങ്കിലും മാധ്യമങ്ങൾ അറിയിച്ചോ? അറിയിക്കില്ല. 69 പേർക്കാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ, അതായത് റോട്ടറി ക്ലബിന്റെ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ ആ വാഹനം വിതരണം ചെയ്തു. അവരുടെ പ്രതികരണം നിങ്ങളൊന്ന് കേൾക്കണം. എത്രമാത്രം സന്തോഷകരമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അതായത് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് വിലയിരുത്താൻ ധാരണയില്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്, അവരുടെ ഇടയിലേക്ക് ഒരിക്കലും അറിവ് എത്താതിരിക്കാൻ വളരെ ജാഗ്രത പുലർത്തുന്ന, അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞ് ഇടതുവിരുദ്ധത അവരിൽ വളർത്താൻ ശ്രമിക്കുന്ന ഇവിടുത്തെ സംഘപരിവാറുകാർ ഒരു പക്ഷേ ഇതൊക്കെ മറച്ചു പിടിക്കും. അവരാണല്ലോ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത്. ആ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടേ. നമ്മൾ ലോട്ടറി കച്ചവടക്കാരെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് ഓടുന്ന ആൾക്കാരാ. നമ്മൾ വെയിലത്തും മഴയും ഇല്ലാതെ എല്ലാം കഷ്ടപ്പെടുന്ന ആൾക്കാരാ. 13 വർഷമായി ലോട്ടറി കച്ചവടമാണ്. എനിക്ക് കാലിന് സ്വാധീനം വളരെ കുറവാണ്. കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് മുമ്പേ ക്ഷേമനിധി ബോർഡിൽ നിന്നും ഒരു വണ്ടിക്ക് കൊടുത്തതാണ്. അതിപ്പോഴും എനിക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്. വണ്ടി നേരത്തെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആരെങ്കിലും ഓട്ടോയിലേക്ക് കയറുമ്പോഴും തുറന്ന് ജംഗ്ഷനിക്കല്ല, അവിടുന്ന് ബസ് കയറി സ്റ്റാൻഡ് നടന്ന് കുറെ മുക്കിനുമ്പോഴൊക്കെ നടന്ന് ഒക്കെയാണ് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോ എവിടെയെങ്കിലും കൊണ്ട് തണലിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള സന്തോഷം. ഇല്ലാതെ എനിക്ക് വിൽപ്പന നടത്താൻ പാടായിരുന്നു. അപ്പം വണ്ടി കിട്ടിയാൽ എനിക്ക് വിൽപ്പന നടത്താൻ സൗകര്യമാവും. എളുപ്പമാണ്, വളരെ സന്തോഷം. പാവങ്ങളോടൊപ്പം ഈ സർക്കാർ ഉണ്ടെന്നേ. അത് വീടായിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ഈ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നത് ചോദിക്കും. ക്ഷേമ പെൻഷനായിട്ട് 64 ലക്ഷം പേരുടെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഉടനടി പറയും അത് നികുതിപ്പണമല്ലേ, പിണറായിയുടെ വീട്ടിൽ നിന്നല്ലാന്ന്. മറ്റ് ഏത് സംസ്ഥാനത്ത് അതുപോലെ ഈ നികുതിപ്പണം എടുത്ത് അവിടുത്തെ വയോധികരായിട്ടുള്ള മനുഷ്യരുടെ കയ്യിലേക്ക് 1600 ഒരു ചെറിയ തുകയാണ്, എന്നിരുന്നാലും കൊടുക്കുന്ന മറ്റേത് സംസ്ഥാനമുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അവിടെയാണ് നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി അധികാര കേന്ദ്രത്തിൽ എത്തിയാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഗുണം വരുമെന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യം കൂടി. ഒരു തറവാട്ടിൽ വളർന്നവന് ഒരിക്കലും പാവപ്പെട്ടവന്റെ വീട്ടിലെ വിശപ്പ് എന്താണ്, അവിടുത്തെ ഇല്ലായ്മ എന്താണെന്ന് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവന് മനസ്സിലാകില്ല. അവന്റെ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യന് 1 രൂപ അവൻ അധികമായി കൊടുക്കാനും പോകുന്നില്ല. ഇന്നലകളിൽ ഇവിടത്തെ നാടുവാഴികളായിരുന്നും തമ്പുരാന്മാരായിരുന്നത് ഇവരായിരുന്നല്ലോ. എന്നിട്ട് ഇവിടത്തെ ഏതെങ്കിലും പിന്നോക്കക്കാരന്റെ കുടുംബം മെച്ചപ്പെട്ടിട്ടുണ്ടോ? അവൻ ഇതുപോലത്തെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ പണ്ട് കൊടുത്തിരുന്നോ? ഇല്ല. അതല്ല, ഇപ്പോൾ ഒരു കോരന്റെ മകൻ എന്നിവർ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ
അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഇല്ലായ്മകളും അദ്ദേഹത്തിന്റെ അച്ഛൻ വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തിയപ്പോഴുണ്ടായിരുന്ന ബുദ്ധിമുട്ടും ചുറ്റാകെയുള്ള മനുഷ്യരുടെ അവസ്ഥയും കണ്ടിട്ട് ഈ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. അതിനെ എന്തെല്ലാം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് ആലോചിച്ച്. ഈ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഭിന്നശേഷിക്കാരെ പോലും അവരുടെ കാര്യം കൂടി ആലോചിക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് ഈ വിൽപ്പന നടത്താനായിട്ട് എല്ലായിടത്തും നടന്നെത്താൻ അവരുടെ ആ വൈകല്യം അനുവദിക്കുന്നില്ല. അപ്പോ എല്ലായിടത്തും പോയി അത് വിൽപ്പന നടത്താൻ വേണ്ടി ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു വാഹനം എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വ ചിന്തയില്ലേ? അത് തന്നെയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മനസ്സിലാക്കണം. അതൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാതെ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ഈ സർക്കാർ ചെയ്യുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ ദൃശ്യവും ആ പ്രതികരണവും എന്ന് പറയേണ്ടി വരികയാണ്.